Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ചെറുവത്തൂർ പഞ്ചായത്തിനെയും കയ്യൂർ ചീമേനി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന രാമൻചിറ പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. 3 ഭാഗങ്ങളിലെയും ജനങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനും വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനും വഴി തുറക്കുന്നതാണ് രാമൻചിറ പാലം. അപകടാവസ്ഥയിൽ താവം റെയിൽവേ മേൽപ്പാലം. പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റിന് സമീപത്ത് നിന്ന് താഴ്ന്നുപോയത് പാലത്തിന് ബലക്ഷയം വർദ്ധിപ്പിക്കുന്നു. നിലവിൽ പാലത്തിന്റെ ഉപരിതലം മിനുക്കൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. കേരള NGO അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 3ാം ദിവസത്തിലേക്ക്. ജീവനക്കാരുടെ അടിസ്ഥാന അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സത്യാഗ്രഹം. റംസാൻ വ്രതകാലം പകുതിയോടടുക്കുമ്പോൾ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വിപണിയിൽ ഡ്രൈ ഫ്രൂട്ട്സുകൾക്ക് വൻ ഡിമാൻഡ്. നോമ്പുതുറ വിഭവങ്ങളിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായ ഈ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വാർത്തകൾ വിശദമായി. ചെറുവത്തൂർ പഞ്ചായത്തിനെയും കയ്യൂർ ചീമേനി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന രാമൻചിറ പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. 3 ഭാഗങ്ങളിലെയും ജനങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനും വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനും വഴി തുറക്കുന്നതാണ് രാമൻചിറ പാലം. ദേശീയപാതയിൽ നിന്ന് കയ്യൂരിലേക്കും മറ്റ് കിഴക്കൻ പ്രദേശങ്ങളിലേക്കും എളുപ്പം എത്തിച്ചേരാൻ സാധിക്കുന്ന പാലത്തിനായി ജനങ്ങളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനാണ് പാലം തുറന്നതോടെ വിരാമമായത്. വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരാനുതകുമെന്നത് മേഖലയ്ക്കും പുത്തൻ ഉണർവേകും. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായാണ് പാലം ഉദ്ഘാടനം ചെയ്തത്. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ T നാരായണൻ, MPV ജാനകി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രാജു, K രജിത, P ശശിധരൻ, P ജനാർദ്ദനൻ, KV സുധാകരൻ, സിജി കട്ടക്കയം, സണ്ണി അരമന, VV കൃഷ്ണൻ, CV വിജയരാജ്, TC അബ്ദുൾ റഹ്മാൻ, KM ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. അപകടാവസ്ഥയിൽ താവം റെയിൽവേ മേൽപ്പാലം. പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റിന് സമീപത്ത് നിന്ന് താഴ്ന്നുപോയത് പാലത്തിന് ബലക്ഷയം വർദ്ധിപ്പിക്കുന്നു. നിലവിൽ പാലത്തിന്റെ ഉപരിതല മിനുക്കൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. പാലാരിവട്ടം പാലം നിർമ്മിച്ച RDS കമ്പനി തന്നെയായിരുന്നു പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലവും പണിതത്. വർഷങ്ങളായി ഇതിന്റെ ദുരിതം പേറുകയാണ് നാട്ടുകാർ. പാലം നിർമ്മാണത്തിനു ശേഷം 3ാം തവണയാണ് അറ്റകുറ്റപ്പണി നടത്താൻ പാലം അടച്ചിടുന്നത്. പാലത്തിലെ ടാറിംഗ് പൂർണ്ണമായി ഇളക്കി മാറ്റി. ബലക്ഷയമുള്ള ഭാഗങ്ങളിലെ കോൺക്രീറ്റ് ഇളക്കി മാറ്റി മൈക്രോ കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തു വരുന്നത്. പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റിന്റെ ഭാഗത്ത് നിന്ന് പാലം താഴ്ന്നുപോയ അവസ്ഥയിലാണ്. ഇത് ജനങ്ങളെ ഏറെ ഭീതിയിലാഴ്ത്തുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് ഇതിനു പിന്നിലെന്ന് ആക്ഷേപമുണ്ട്. താവം മേൽപ്പാലത്തിൻ്റെ മേലായി ഇപ്പോൾ ഉള്ളത്. ഇവിടെ പണി തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നുള്ള സ്ഥിതിയാണ്. ഇന്നലെ മിനിഞ്ഞാന്നേറ്റം MLA സാറ് വന്നിട്ട് വിലയിരുത്തിയിരുന്നു. പക്ഷെ ആ പറഞ്ഞ കണക്കിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്നും ഇന്നിപ്പം ഞങ്ങൾ കഴിയുമ്പോൾ അവർ ജോലിക്കാർ ഇവർ ജോലി കഴിഞ്ഞ് പോയി. അതുള്ള അവർ 3 പേര് 4 പേര് മാത്രം ഹിന്ദിക്കാർ വരും. അവർ വെറുതെ ഒന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ഈ മുമ്പ് കോൺക്രീറ്റ് ആയിട്ട് സ്ഥലങ്ങളിലാണ് കമ്പി ഇതൊക്കെ കാണുന്നുണ്ട്. ആ കമ്പികളൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അവർ പറയുന്നത് പറഞ്ഞാൽ അതൊക്കെ ചെയ്ത് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ഇനി സമയം എടുക്കും. അധികൃതരോട് ചോദിക്കുമ്പോൾ അതാ പറയുന്നത്. അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് നേരത്തെ. പാലത്തിന്റെ പ്രവൃത്തിക്ക് വേഗതയില്ലെന്നും ആക്ഷേപമുണ്ട്. മൈക്രോ കോൺക്രീറ്റ് നടത്തുന്ന ഭാഗം പൂർണ്ണമായും ഇളക്കി മാറ്റിയിട്ടില്ല.
വ്യാഴാഴ്ച SSLC പരീക്ഷ തുടങ്ങുമ്പോൾ വിദ്യാർത്ഥികളും ഡ്യൂട്ടിക്ക് എത്തിച്ചേരേണ്ട അധ്യാപകരും ആശങ്കയിലാണ്. പ്രദേശത്തെ വ്യാപാര മേഖലയും പൂർണ്ണമായും തകർന്നിരിക്കുന്നു. പാലത്തിന്റെ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കണം. പാലം നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് സമഗ്ര അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള NGO അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 3ാം ദിവസത്തിലേക്ക്. ജീവനക്കാരുടെ അടിസ്ഥാന അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സത്യാഗ്രഹം. 3 ദിവസമായി ജീവനക്കാരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും അനുവദിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് കേരള NGO അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചിട്ട്. സമരത്തിന് ബ്രാഞ്ച് പ്രസിഡന്റ് PI ശ്രീധരൻ, UK മനോഹരൻ, PVT പ്രദീപൻ, KV ദിലീപ് കുമാർ, P രംഗനാഥൻ, TV ഷാജി, K ശാലിനി, KV രജനി, അജയൻ, K പ്രമോദ് എന്നിവർ നേതൃത്വം നൽകി. ഇവിടുത്തെ ജീവനക്കാരോടോ എന്നിന് പറയുന്ന സർവീസ് സംഘടനകളോടോ മറ്റ് പ്രകടനങ്ങളോടോ ഒന്നും കാര്യങ്ങൾ ചോദിക്കാതെ കണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ സർക്കാരിലേക്ക് ഇത് വിട്ടുകൊടുക്കുന്നത്. എന്നാൽ ഞങ്ങൾ വിചാരിച്ച സർക്കാർ ഏറ്റെടുത്താലെങ്കിലും ഈ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് സർക്കാർ മേഖലയിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും, കഴിഞ്ഞ കാലത്തെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ള വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു മുന്നോട്ട് പോയത്. 7 കൊല്ലക്കാലമായി കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പോലീസാകാൻ കൊതിച്ച് പോലീസ് യൂണിഫോം തയ്ക്കാൻ തയ്യൽക്കട തേടിയിറങ്ങുന്ന CID മൂസിയിലെ ദിലീപിനെ ഓർമ്മയില്ലേ? ലുക്കിലും സ്റ്റൈലിലും ടിപ് ടോപ്പ് ആകാൻ റെഡിമെയ്ഡ്സിനെ വെല്ലും പോലീസ് വസ്ത്രങ്ങൾ തയ്ച്ചു കിട്ടുന്ന ഒരിടമുണ്ട് ചന്തപുരയിൽ. സ്പെഷ്യൽ പോലീസിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? എന്നാൽ പോലീസ് യൂണിഫോമിന്റെ സ്പെഷ്യൽ ടൈലറെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ? അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ ക്ഷണിക്കുന്നത്. കാഴ്ചകളൊന്ന് കണ്ടുവരാം. തയ്യൽ തൊഴിലിലേക്ക് ഇറങ്ങി പോലീസുകാരുടെ ഇഷ്ടതാരമായി മാറിയ കടന്നപ്പള്ളി ചന്തപ്പുരയിലെ വിനോദ് കുമാറിന്റെ തയ്യൽ വിജയഗാഥ ഏറെ കൗതുകമുള്ളതാണ്. സാധാരണ പാന്റിലും ഷർട്ടിലും തയ്യൽ തുടങ്ങിയ വിനോദ് ഇന്ന് പോലീസ് യൂണിഫോമിന്റെ സ്പെഷ്യലിസ്റ്റ് ടൈലറാണ്. ചന്തപ്പുരയിലെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് തന്നെ TT ടൈലേഴ്സ് പോലീസ് യൂണിഫോം സ്പെഷ്യലിസ്റ്റ് എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ 1999 വിനോദ് കുമാർ പോലീസ് യൂണിഫോം തയ്ച്ചു തുടങ്ങിയത്. ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പോലീസ് യൂണിഫോം തയ്യൽക്കാരനാണ് വിനോദ്. മലബാറിലെ പോലീസ് ട്രെയിനികൾ മുതൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ വരെ യൂണിഫോം തയ്യാറാക്കുന്നത് ഇവിടെ നിന്നാണെന്ന് വിനോദ് പറയുന്നു. തൊണ്ണൂറ്റൊമ്പതിലാണ് കട തുടങ്ങുന്നത്. അന്നേരം പോലീസിലുള്ള സുഹൃത്തുക്കൾ പിന്നെ ഓരോരാൾ അടിക്കാൻ തന്നു, അത് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷം അവരെ പരിചയത്തിൽ ഓരോരാൾ വന്ന് ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മിക്കവാറും ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അടിക്കാൻ. എല്ലാ യൂണിഫോമുകളും സമയമെടുത്ത് കൃത്യതയോടെ മാത്രമേ തയ്ച്ചൊരുക്കി വിനോദ് നൽകാറുള്ളൂ. ഷർട്ട്, തൊപ്പി, സ്റ്റാർ, നെയിം ബോർഡ്, സോക്സ്, ഷൂസ് ഇവയെല്ലാം സെറ്റായിട്ടാണ് ആവശ്യക്കാർക്ക് നൽകുന്നത്. പോലീസ് വസ്ത്രങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും എത്തിക്കുന്നത് തൃശൂരിൽ നിന്നാണ്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന policekhaki.comന്റെ ഡിസ്ട്രിബ്യൂട്ടർ കൂടിയാണ് വിനോദ്. കാസർഗോഡും കണ്ണൂരും വിനോദിന്റെ പോലീസ് കാക്കി ഹിറ്റായതോടെ വിനോദിനെ തേടി ലക്ഷദ്വീപിൽ നിന്നും കവരത്തിയിൽ നിന്നും ആവശ്യക്കാർ എത്തിയെന്നതാണ് മറ്റൊരു കൗതുകം. വീണ്ടും കാക്കിയിൽ ഗാംഭീര്യം മെനഞ്ഞെടുക്കുന്ന തിരക്കിൽ മുഴുകിയിരിക്കുകയാണ് വിനോദേട്ടൻ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. ഫയലുകൾക്കും ജനകീയ പ്രശ്നങ്ങൾക്കും നടുവിൽ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച ആ മനോഹര ശബ്ദം ഇനി പുറം ലോകം അറിയും. തന്റെ ഉള്ളിലെ ഗായികയെ സ്വതന്ത്രയാക്കിയിരിക്കുകയാണ് പയ്യന്നൂർ നഗരസഭ മുൻ ചെയർപേഴ്സണും ബാങ്ക് ഉദ്യോഗസ്ഥയുമായിരുന്ന S ജ്യോതി. പഴയകാല മലയാള സിനിമാ ഗാനങ്ങൾ തനതായ ശൈലിയിൽ ആലപിച്ചുകൊണ്ട് സംഗീതപ്രേമികളുടെ മനം കവരുകയാണിവർ.
നമ്മളിൽ പലർക്കും ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കഴിവുകൾ ഉണ്ടാവും. പ്രവൃത്തി മണ്ഡലത്തിൽ നാം വേറൊരു ജോലിയിൽ വ്യാപരിച്ചാലും നമ്മുടെ കഴിവുകൾ ഒരു ദിവസം മറനീക്കി പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അങ്ങനെ നമ്മുടെ ചെയർപേഴ്സൺ ആയിരുന്ന എസ് ജ്യോതി അവരൊരു മികച്ച പാട്ടുകാരിയാണ്. അവരെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി ഇന്ത്യ ഭ്രാന്താലയമായി ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ജ്യോതിച്ച് പഴയ പാട്ടുകളുടെ ഒരു ആരാധികയാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ എങ്ങനെയാണ് പാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? രാഷ്ട്രീയ പ്രവർത്തനം ഏത് പ്രവർത്തനം ഉണ്ടെങ്കിലും ഞാൻ പാട്ട് അതിൻ്റെ കൂടെ തന്നെ ചെറുപ്പം മുതൽക്കേ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം അത്ര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ചെറുപ്പത്തിൽ ഇത് പഠിക്കാനുള്ള സൗകര്യമില്ല, പഠിപ്പിക്കാൻ ആളില്ല. കാരണം ഈ സംഗീതം പരിശീലിപ്പിക്കുന്ന ആളില്ല. അതുകൊണ്ട് റേഡിയോ കേട്ട് പഠിച്ച് സ്കൂൾ യുവജനോത്സവത്തിലും മറ്റും പാടിയിട്ട് ഇങ്ങനെ പാടി വന്നു. അപ്പോൾ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്തിൽ അവിടെ പഠിക്കാൻ ചേർന്നപ്പോൾ ആർട്ട് പ്രിൻസിപ്പൾ നാരായണൻ മാഷ് ഞങ്ങളെ നല്ലൊരു കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്, കലാസ്വാദകനുമാണ്. അപ്പോൾ ഒരു പരിശീലനം തന്ന് ഇൻസ്ട്രുമെൻ്റെല്ലാം വെച്ച് ആദ്യമായിട്ട് പരിശീലനം തന്ന് ഈ ആരാധനക്ക്, അന്ന് ആരാധന അത്ര ഫേമസ് ആയിട്ടൊന്നുമില്ല, ചെറിയ വേദിയിൽ ഒരു ഗാനമേള, അതുപോലെ ഏഴിമലയിൽ ലോക സമാധാന സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നു, അതിൽ പങ്കെടുപ്പിച്ചു. അങ്ങനെ ഒരു പരിപാടി മാത്രമേ കാര്യമായിട്ടുള്ള പരിപാടി എന്ന് പറയാനുണ്ടായിട്ടുള്ളൂ. പക്ഷേ അതിന് ശേഷം ജോലിയായി, കുട്ടികൾ, പിന്നെ കുടുംബം, ഇതെല്ലാം കൂടി തിരക്കിൽപ്പെട്ടപ്പോൾ വീട്ടിലെപ്പം ഞാൻ പാട്ട് പാടും. ഈ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും റേഡിയോൻ്റെ മുന്നിൽ, അതുപോലെ പിന്നീട് ടേപ്പ് റെക്കോർഡർ വന്നു, അത് കഴിഞ്ഞ് സോഷ്യൽ മീഡിയ വന്നു. അപ്പോൾ ഇപ്പം സോഷ്യൽ മീഡിയ വന്ന സമയത്ത് നമ്മൾ തിരക്കെല്ലാം കുറേ കുറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ പഴയ പാട്ടുകൾ പാടാനില്ല, ഒരു സ്വന്തം തന്നെ ചെയ്യാമല്ലോ, ഇതും വേണ്ടല്ലോ, ഒരു സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഒരു അനുഭവം കിട്ടും. അങ്ങനെ അത് കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ ഫലപ്രദമായത്. അതായത് ക്ലബ് ഹൗസിൽ ഒരുപാട് പാട്ടിൻ്റെ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ആ ഗ്രൂപ്പുകളിൽ പങ്കെടുത്തുകൊണ്ട് നല്ലൊരു പരിശീലനം തന്നെ ലഭിച്ചു എന്ന് പറയാം. അങ്ങനെയാണ് പാട്ടുമായിട്ട് ബന്ധം. കാരണം പാട്ട് ഞാൻ ചലച്ചിത്ര ഗാനങ്ങളായാലും ഏത് ലളിതഗാനങ്ങളായാലും എൻ്റെ ജീവൻ്റെ ഒരു ഭാഗം തന്നെ പറയാം. അതുകൊണ്ടാണ് ഇപ്പോൾ 71ാം വയസ്സിലും ഞാൻ സംഗീതം പഠിക്കാൻ വേണ്ടി മെനക്കെട്ടുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഗായകരാരൊക്കെയാണ്? ഗായകർ പറയാൻ പിന്നെ ഏറ്റവും ഇഷ്ടം എനിക്ക് എസ് ജാനകി അമ്മ, പി സുശീല, പി ലീല, വാണി ജയറാം, ഇവരെല്ലാം നല്ല ഇഷ്ടമാണ്. എസ് ജാനകി അമ്മേൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. അതുപോലെ യേശുദാസ്, ജയചന്ദ്രൻ പോലെയുള്ള പാട്ടുകാർ, സുജാത, എല്ലാവരുടെ പാട്ടും ഇഷ്ടം തന്നെയാണ്. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളി കായകൻ, മലരേ തേൻ മലരേ മലരേ. ജാനകിയമ്മേൻ്റെ പാട്ടുകളും അന്ന് പണ്ട് ആരാണിത് പാടുന്നതെന്നോ അല്ല, പാടുന്ന ആളാ കേൾക്കാം. വയലാർ ദേവരാജൻ എന്നുള്ളതാണ് അധികവും കേൾക്കുന്നത്. അതുപോലെ ഈ പാട്ടുകാരെ കുറിച്ചിട്ടും വലിയ വിവരമൊന്നും അന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പഠിച്ച് ആരൊക്കെ ഏതൊക്കെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്നെല്ലാം കുറിച്ച് വെച്ച് പഠിച്ചതുകൊണ്ട് ഇപ്പം ശരിക്കും അവരെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. സോഷ്യൽ മീഡിയ ആണ് ഞങ്ങളെ ഗുരുനാഥൻ എന്ന് പറയാം. ഇപ്പോൾ പണ്ട് റേഡിയോ ആയിരുന്നു, ഇന്നും റേഡിയോ ഉണ്ട്. റേഡിയോ അടുക്കളയിൽ തന്നെ വെക്കും. എല്ലാ പാട്ടുകളും റേഡിയോയിൽ കൂടി വരുന്ന എല്ലാ പരിപാടികളും കേൾക്കും.
ജ്യോതിയച്ചിനെ സാധാരണ ഇപ്പോൾ എല്ലാവർക്കും പയ്യന്നൂരുകാർക്ക് സാധാരണ അറിയുന്നത് നമ്മുടെ ചെയർപേഴ്സൺ, അതുപോലെ സുബ്രഹ്മണ്യ ഷെണായുടെ മകൾ എന്നീ നിലകളിലാണ്. അപ്പോൾ ഈ ചെയർപേഴ്സൺ സ്ഥാനം 2 ടേമുകളിലായി 10 വർഷത്തോളം ജ്യോതിയച്ചി നമ്മുടെ ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോൾ ആ രാഷ്ട്രീയ കാലം എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? അത് ഒരു അനുഭവം തന്നെയാണ്. ആദ്യം ഞാൻ കുറച്ച് മടിച്ചിന് നിൽക്കാം. കാരണം അന്ന് എൻ്റെ കുട്ടികൾക്ക് 7 വയസ്സും 10 വയസ്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊരാളാണ് എൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ. അപ്പം അച്ഛൻ വന്നിട്ട് സഹായിക്കും. കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കണം, ഉച്ചക്ക് കൂട്ടിക്കൊണ്ടിരണം. അപ്പോൾ ജോലിയുണ്ട്, ജോലി ചെയ്തില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിന്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന് ആ സമയത്തെല്ലാം. പക്ഷേ എനിക്ക് അതിലേക്ക് ഇറങ്ങിയപ്പോൾ ആ മേഖല എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെയാകുമ്പോൾ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല പറഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം 2ാം സ്ഥാനത്താക്കി അതിലേക്ക് ഇറങ്ങുയത് 10 വർഷം. അതെങ്ങനെ പോയി എന്ന് എനിക്കിപ്പം വിചാരിക്കുമ്പോൾ ഭയങ്കര ഒരു അതിശയം തോന്നുന്നുണ്ട്. കാരണം അതിന് സമയമില്ലല്ലോ. ഏത് സമയത്തും 10 വർഷം രാവിലെ മുതൽ രാത്രി വരെ ഏത് സമയത്തും നമ്മ ഒരു അലേർട്ടായിരിക്കണം. കാലം ഘനീഭൂതമായി നിൽക്കുമക്കരെ കാണാക്കയങ്ങളിലൂടെ എങ്ങോട്ട് പോയി എൻ്റെ സ്മൃതികളെ നിങ്ങൾ വരില്ലയോ കൂടെ, നിങ്ങൾ വരില്ലയോ കൂടെ. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ഈ അധ്യയന വർഷത്തെ SSLC പരീക്ഷയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും. പരീക്ഷയെ ഒരു വലിയ കടമ്പയായി കാണാതെ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി മാത്രം കാണുക. നിർദ്ദേശങ്ങളുമായി പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപകൻ മുഹമ്മദ് അഷ്റഫ്. ഈ വർഷത്തെ SSLC പരീക്ഷ മാർച്ച് 5-ാം തീയതി ആരംഭിക്കുകയാണ്. പരീക്ഷ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓരോ വിദ്യാലയത്തിലേക്കും ആവശ്യമായ ഇൻവിജിലേറ്റർമാർ, അതിൽ പരീക്ഷയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളൊക്കെയും സർക്കാർ എത്തിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ SSLC പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് മിക്കവാറും കുട്ടികൾക്ക് ചില പ്രയാസങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, സമ്മർദ്ദങ്ങൾ നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ വർഷം പുതുതായി 10ാം ക്ലാസ്സിൽ മാറി വന്ന പാഠപുസ്തകങ്ങളാണ് ഒന്ന്. രണ്ടാമത്തത് ഈ പരീക്ഷാ സമ്പ്രദായം, അതായത് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഈ വർഷം മാറിയിട്ടുണ്ട്. ഇത് രണ്ടും കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ ഉന്നതതല യോഗങ്ങളിലൊക്കെ നമ്മൾ പ്രധാനാധ്യാപകർ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് അടിസ്ഥാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികൾ അവരുടെ പാഠഭാഗങ്ങൾ കൃത്യമായി നോക്കി വന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷ വളരെ കൂളായി സമ്മർദ്ദം ഏതുമില്ലാതെ തന്നെ എഴുതാൻ പറ്റുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അതിന് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളെന്ന് പറയുന്നത്, കുട്ടികൾ എല്ലാ ദിവസവും പരീക്ഷയ്ക്ക് ആവശ്യമായ പാഠഭാഗങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേപോലെ ഉറങ്ങാനുള്ള സമയങ്ങൾ ഉറക്കമൊഴിച്ചുകൊണ്ട് വായിക്കുന്നതിന് പകരം കൃത്യമായ ഉറക്കം, അല്ലെങ്കിൽ അതിനുള്ള എല്ലാ സമ്മർദ്ദങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പരീക്ഷ എഴുതേണ്ട ഉത്തരക്കടലാസുകൾ, ആ ഉത്തരക്കടലാസുകളിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ രജിസ്റ്റർ നമ്പറുകളാണ്. അത് തെറ്റാത്ത രീതിയിലേക്ക് അക്ഷരത്തിലും അക്കത്തിലും കൃത്യമായി വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നമ്മൾ അതിനകത്ത് എഴുതി വെക്കുക. അതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും, ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം ഒഴിവാക്കി വിടാതെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുകയും, പിന്നെ അറിയാത്ത ചോദ്യങ്ങൾക്ക് വരെ, ഉത്തരം അറിയാത്ത ചോദ്യങ്ങൾക്ക് വരെ നമുക്കറിയാവുന്ന രീതിയിലേക്ക് അതിനകത്ത് ഉത്തരം എഴുതി വെക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ്. പിന്നെ ചില വിഷയങ്ങളിൽ 80 മാർക്കുള്ള വിഷയങ്ങളുണ്ട്, 40 മാർക്കുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പോൾ 80 മാർക്കുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ് പോലെയുള്ള വിഷയങ്ങളിൽ, മാത്സ് പോലെയുള്ള വിഷയങ്ങളിൽ ആ സമയം നമ്മളെ വളരെയധികം ശ്രദ്ധിക്കണം. 2.5 മണിക്കൂറാണ് പരീക്ഷ. ആ 2.5 മണിക്കൂർ 80 മാർക്കിൻ്റെ പരീക്ഷ എഴുതുന്ന സമയത്ത് ആ പരീക്ഷയ്ക്ക് സമയത്തിനകത്ത് നിന്നുകൊണ്ട് പരീക്ഷ പൂർത്തിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നേരത്തെ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാണ്. പ്രത്യേകിച്ച് ഈ വർഷത്തെ മോഡൽ പരീക്ഷ കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്ന് പ്രധാനമായും ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കേട്ടത് സോഷ്യൽ സയൻസാണ് വിഷയങ്ങൾ.
അപ്പോൾ ഒരു വലിയ പാഠഭാഗം തന്നെ അവർക്ക് വായിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ആ പാഠഭാഗങ്ങളൊന്നും തന്നെ കൃത്യമായി പരീക്ഷാ പേപ്പറിൽ എഴുതാൻ പറ്റിയില്ല എന്നാണ്, അതായത് പല കുട്ടികൾക്കും A+ലേക്ക് എത്താൻ പറ്റിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് മറ്റ് വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ മുഴുവൻ മനഃപ്പാഠം പഠിക്കാൻ നമുക്ക് ആവില്ല. അപ്പോൾ അതിന് പകരം ഓരോ പാഠത്തിൻ്റെയും കണ്ടൻറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആശയങ്ങൾ വിട്ടുപോകാത്ത രീതിയിലേക്ക് ഉത്തരങ്ങൾ എഴുതാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ ആമുഖമായി നേരുന്നു. റംസാൻ വ്രതകാലം പകുതിയോടടുക്കുമ്പോൾ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വിപണിയിൽ ഡ്രൈ ഫ്രൂട്ട്സുകൾക്ക് വൻ ഡിമാൻഡ്. നോമ്പുതുറ വിഭവങ്ങളിലെ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമായ ഈ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വൈവിധ്യമാർന്ന ഈന്തപ്പഴങ്ങൾക്കൊപ്പം അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ബദാം എന്നിവയ്ക്കാണ് വിപണിയിൽ ആവശ്യക്കാരേറെയുള്ളത്. നോമ്പ് തുറക്കുന്നതിനായി വിശ്വാസികൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സുകളെയാണ്. ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകുന്ന വിഭവങ്ങൾ എന്ന നിലയിൽ ഇവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. പാനീയങ്ങളിലും മധുരപലഹാരങ്ങളിലും ഡ്രൈ ഫ്രൂട്ട്സുകൾ ധാരാളമായി ഉപയോഗിക്കുന്നു. അജ്വ, സഖാഫി, ഗുദ്രി, മബ്രൂം തുടങ്ങി 10ലധികം ഇനം ഈന്തപ്പഴങ്ങളാണ് ഗുണമേന്മയനുസരിച്ച് കിലോയ്ക്ക് 250 രൂപ മുതൽ 2500 രൂപ വരെ വിലയുമുണ്ട്. പായസങ്ങളിലും ഫ്രൂട്ട് സലാഡുകളിലും ഉപയോഗിക്കുന്നതിനായി ബദാം, പിസ്ത, കശുവണ്ടി എന്നിവയുടെ വിൽപ്പനയിൽ 40% വർധനവുണ്ടായതായി വ്യാപാരികൾ പറയുന്നു. ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്നവർ അത്തിപ്പഴം, വാൾനട്ട് എന്നിവയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന ഈന്തപ്പഴങ്ങൾക്കാണ് പ്രിയം. റംസാൻ അവസാന വാരമാകുന്നതോടെ വിപണി ഇനിയും സജീവമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ പ്രാന്തൻചാൽ മരത്തക്കാട്ട് ചൊവ്വാഴ്ച രാത്രി പുലിയെ കണ്ടതായി സംശയം. ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി നാട്ടുകാരോടൊപ്പം ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. കരിവള്ളൂർ പ്രാന്തൻചാൽ മരത്തക്കാട്ട് ചൊവ്വാഴ്ച രാത്രി പുലിയെ കണ്ടതായി സംശയം. രാത്രി 7:30 പള്ളിക്കുളത്തെ എം രമ്യ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടതായി പറയുന്നത്. വ്യക്തമായി കണ്ടതായി രമ്യ പറയുന്നു. ഇന്നലെ വൈകുന്നേരം ഞാൻ വിളക്കം കത്തിച്ചിട്ട് പുറത്തിരിക്കുന്നതുണ്ടായ ഫോൺ ചെയ്തിട്ട് അതിനെ കാടാനങ്ങുന്ന ഒച്ച കേട്ട് ഞാൻ ആദ്യം വിചാരിച്ച് കുറുക്കനാണെന്ന്. പിന്നെ ഉള്ളിൽ കയറി ടോർച്ച് എടുത്തിട്ട് അടിച്ച് നോക്കുമ്പോഴുണ്ട് കിണറിൻ്റെ അതിലേ കൂടെ എന്തോ ഇങ്ങനെ വരുന്നത് കണ്ടു. പിന്നെ അടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരു പുലി, നോക്കുമ്പോഴത്തേക്ക് ഒരു മഞ്ഞ കളറ് ഇല്ല രൂപത്തിൽ വലുത്, ഒരു നമ്മളെ പശുക്കുട്ടീൻ്റെ വലുപ്പമുണ്ട് കാണുമ്പോൾ. പരിസരം മരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ഉടൻ തന്നെ നാട്ടുകാരെ വിവരമറിയിച്ചു. ഫോറസ്റ്റ് അധികൃതരും സ്ഥലത്തെത്തി. നാട്ടുകാരോടൊപ്പം ചേർന്ന് തെരഞ്ഞെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല. വാർഡ് മെമ്പർ പി സുലോചന, കെ ഗോപാലകൃഷ്ണൻ, കെ രമേശൻ, കെ മനുരാജ്, കെ രവീന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവരാണ് തെരച്ചിലിന് നേതൃത്വം നൽകിയത്. ബുധനാഴ്ച രാവിലെയും ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. രമ്യയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണൻ, ജിജേഷ് എം കെ, സൗമ്യ സി കെ, മുഹമ്മദ് റാഫി, ശ്രീകുമാർ തുടങ്ങിയവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്നും എന്നാൽ ജാഗ്രത കൈവിടരുതെന്നും സനൂപ് കൃഷ്ണൻ പറഞ്ഞു. ഇവിടെ മരത്തക്കാട് പള്ളിക്കുളം ഭാഗത്ത് ഒരു സ്ത്രീ ഇന്നലെ രാത്രി പുലിയോട് സാദൃശ്യമുള്ള ഏതോ ജീവിയെ കണ്ടു എന്നൊരു വിളി നമുക്ക് ഇന്നലെ രാത്രി കിട്ടിയിരുന്നു. നമ്മുടെ സ്റ്റാഫ് ഇന്നലെ രാത്രി തന്നെ ഈ സ്ഥലത്ത് വരികയും രാത്രിയിലെ പ്രഥമ ദൃഷ്ട്യ അതൊരു പുലിയല്ലാന്നില്ലേ ഒരു സ്ഥിതി ചെയ്യാനുണ്ടായി. എന്നാലും ഇന്ന് രാവിലെ ഞങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ചുറ്റുപാടും നോക്കിയാൽ കാൽപ്പാടുകളോ മറ്റ് ലക്ഷണമൊന്നും കണ്ടിട്ടില്ല. അവിടെ അതുകൊണ്ട് തന്നെ കാൽപ്പാടോ അല്ലെങ്കിൽ പട്ടികളുടെ തെരുവ് നായ്ക്കളെ മിസ്സാവും അതൊന്നും നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഇവിടെ വന്നു ചുറ്റുപാടൊക്കെ നോക്കി പുലിയുടേതായ കാൽപ്പാടോ ഒന്നും കണ്ടിട്ടില്ല. ചിലപ്പോൾ അത് കാട്ടുപൂച്ചയോ പന്നിക്കൂട്ടമോ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും വേണ്ട ജാഗ്രതാ നിർദ്ദേശം പ്രദേശവാസികൾക്ക് നൽകുന്നുണ്ട്. എന്തെങ്കിലും ഏത് സമയത്ത് വിളിച്ചാലും വനവകുപ്പ് സ്റ്റാഫ് ഇവിടെ എത്തും, വേണ്ടത് ചെയ്യും. പുറച്ചേരിയിലെ തേരയിൽ ബാലകൃഷ്ണന്റെ രക്തസാക്ഷി മണ്ഡപം തകർത്തതായി പരാതി. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി.
പുറച്ചേരിയിലെ തേരയിൽ ബാലകൃഷ്ണന്റെ രക്തസാക്ഷി മണ്ഡപം തകർത്തതായി പരാതി. ചൊവ്വാഴ്ച രാത്രിയിലാണ് സംഭവം. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. ബുധനാഴ്ച രാവിലെ ചെറുതാഴം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തേരയിൽ ബാലകൃഷ്ണന്റെ രക്തസാക്ഷി ദിനം ആചരിക്കാനിരിക്കെയാണ് മണ്ഡപം തകർക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. CPM പ്രവർത്തകരാണ് ഇതിന്റെ പിറകിലുള്ളതെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. ചെറുതാഴം പഞ്ചായത്തിൽ 1992 മാർച്ച് 4-ന് CPM-കാരാൽ കൊല ചെയ്യപ്പെട്ട തേരയിൽ ബാലകൃഷ്ണന്റെ 34ാം രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന് രാവിലെ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് AK വിഷ്ണു നമ്പൂതിരി അദ്ദേഹത്തിന്റെ സ്മാരക സ്തൂപം കുടികൊള്ളുന്ന പുറച്ചേരിയിലേക്ക് കൊടിതോരണങ്ങൾ കെട്ടുന്നതിന് വേണ്ടി അദ്ദേഹം പുലർച്ചെ 5 മണിക്ക് പോയപ്പോൾ സ്മാരകം ഒരു സൈഡ് പൊളിച്ച രീതിയിലാണ് കാണപ്പെട്ടിട്ടുള്ളത്. അത് തീർത്തും വേദനാജനകമാണ്. ചെറുതാഴം പഞ്ചായത്ത് എന്ന് പറയുന്നത് CPM-ന് എപ്പോഴും പ്രാമുഖ്യമുള്ള സ്ഥലമാണ്. അവിടെ സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസുകാരെ സംബന്ധിച്ച് രക്തസാക്ഷി സ്തൂപം തകർക്കുക എന്ന് പറഞ്ഞാൽ ഏറെ വേദനാജനകവും പ്രതിഷേധാർഹവുമാണ്. പരിയാരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കി എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ചെറുതാഴം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് U രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. യുദ്ധമല്ല സമാധാനമാണ് ലോകത്തിന് ആവശ്യം എന്ന മുദ്രാവാക്യവുമായി AKPA മാതമംഗലം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യുദ്ധത്തിനെതിരെ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മാടായി മേഖലാ സെക്രട്ടറി വിനോദ് C ഉദ്ഘാടനം നിർവഹിച്ചു. AKPA മാതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോകത്തിന് യുദ്ധമല്ല സമാധാനമാണ് ആവശ്യമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിനെതിരെ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. പിലാത്തറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാടായി മേഖലാ സെക്രട്ടറി വിനോദ് C ഉദ്ഘാടനം നിർവഹിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ യുദ്ധത്തിനെതിരെ AKPA മാതമംഗലം യൂണിറ്റിന്റെ പ്രതിഷേധമാണ് ഇവിടെ എല്ലാവരും കണ്ടത്. AKPA മാതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജിൻസ് TM അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ അനേകായിരം സാധാരണക്കാരാണ് മരിച്ചു വീഴുന്നത്. അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് AKPA മാതമംഗലം യൂണിറ്റ് ആവശ്യപ്പെട്ടു. മേഖലാ വൈസ് പ്രസിഡന്റ് ഷനോജ് മേലയിടത്ത്, PRO നിതീഷ് കല്ലിങ്കൽ, മേഖലാ വനിതാ വിംഗ് സബ് കോർഡിനേറ്റർ ശൈലജ K, മേഖലാ കമ്മിറ്റി അംഗം മനോജ് NV, യൂണിറ്റ് സെക്രട്ടറി രജീഷ് ചന്ദ്രൻ, ട്രഷറർ സനീഷ് K, ഭരതൻ KT എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച 10 ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽ ദാനവും ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിൽ ഉൾപ്പെട്ട 4 പേർക്ക് ഭൂമി വാങ്ങി നൽകിയതിനുള്ള ആധാരം കൈമാറൽ ചടങ്ങും നടന്നു. M വിജിൻ MLA കൈമാറൽ ചടങ്ങ് നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭവന നിർമ്മാണം പൂർത്തീകരിച്ച 10 ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽ ദാനവും ഭൂരഹിത ഭവനരഹിത ലിസ്റ്റിൽ ഉൾപ്പെട്ട 4 പേർക്ക് ഭൂമി വാങ്ങി നൽകിയതിനുള്ള ആധാരം കൈമാറൽ ചടങ്ങും കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA M വിജിൻ നിർവഹിച്ചു. പാവപ്പെട്ടവന് വീട് നൽകാൻ കേരളത്തിൽ സ്വന്തമായി വീടില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 2016 ലൈഫ് ഭവന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. 4 മിഷനുകളായി. അതിലൊന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ്. മറ്റൊന്ന് ആരോഗ്യരംഗത്ത് സജീവമായി ഇടപെടൽ നടത്താൻ ആർദ്ര പദ്ധതിയാണ്. ലൈഫ് മിഷനാണ്, ഹരിത കേരള മിഷനാണ്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ജയലക്ഷ്മി ടീച്ചർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപു MV, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C രജനി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ A ശ്രീധരൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ MP, അസിസ്റ്റന്റ് സെക്രട്ടറി സതീശൻ പുളുക്കു തുടങ്ങിയവർ സംസാരിച്ചു. എക്സ്റ്റൻഷൻ ഓഫീസർ ഷീജ KV റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളും ബന്ധുക്കളും പരിപാടിയിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാടായി ഗ്രാമപഞ്ചായത്തിന് 4 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ബജറ്റിൽ ഫണ്ട് അനുവദിച്ചു. വൈസ് പ്രസിഡന്റ് മോഹനൻ കക്കോപ്രവൻ ബജറ്റ് അവതരിപ്പിച്ചു.
ഉൽപാദന കാർഷിക തീരദേശ മേഖലയിൽ വികസനത്തിന് ഊന്നൽ നൽകി മാടായി പഞ്ചായത്ത് ബജറ്റ്. വൈസ് പ്രസിഡന്റ് മോഹനൻ കക്കോപ്രവൻ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബി സത്യഭാമ അധ്യക്ഷത വഹിച്ചു. റഷീദ ഒടിയിൽ, കെ ഹംസൂട്ടി, എ സജിന, ബാബു കുതിരുമൽ, പി മുഹമ്മദ് അഷ്റഫ്, എസ് യു റഫീഖ്, മണി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇളമ്പച്ചി സ്കൂളിലെ കുട്ടികൾക്കിനി ക്ലാസ് മുറികൾക്ക് പുറത്തും അതിശയകരമായ ഒരു ലോകമുണ്ട്. പച്ചപ്പട്ടണിഞ്ഞ സ്കൂൾ അങ്കണത്തിൽ പുതുതായി ഒരുങ്ങിയ ശലഭോദ്യാനം കേവലം കാഴ്ചയ്ക്കുമപ്പുറം വലിയൊരു പാഠപുസ്തകമാണ്. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇനി ശലഭങ്ങളെ കണ്ടും അറിഞ്ഞും പഠിക്കാം. സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന് കീഴിൽ ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലൊരുക്കിയ ശലഭോദ്യാനം തുറന്നു. കേരളത്തിൽ കാണപ്പെടുന്ന സാധാരണ ശലഭ ഇനങ്ങളുടെ വൈവിധ്യങ്ങളെക്കുറിച്ചും ജീവിതചക്രത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് അറിയാനും പഠിക്കാനുമാണ് വനംവകുപ്പ് സ്കൂൾ പരിസരങ്ങളിൽ ശലഭോദ്യാനങ്ങൾ നിർമ്മിക്കുന്നത്. ആഗോളതാപനത്തെ ചെറുക്കാൻ വനംവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികളിലൊന്നാണ് ശലഭോദ്യാനം. വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ശലഭോദ്യാനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. എം രാജഗോപാലൻ MLA അധ്യക്ഷനായി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി രവീന്ദ്രൻ, തൃക്കരിപ്പൂർ പഞ്ചായത്ത് അംഗം ടി വി ഹരീഷ്, സോഷ്യൽ ഫോറസ്ട്രി കോഴിക്കോട് സർക്കിൾ CCF ആർ കീർത്തി, സ്കൂൾ പ്രഥമാധ്യാപിക കെ ടി റീന, റേഞ്ച് ഓഫീസർ രഞ്ജിത്ത്, എം വി യൂസഫ് അലി, സി ബാലൻ, മുഹമ്മദ് കുഞ്ഞി, കെ പവിത്രൻ, ടി നാരായണൻ, സ്കൂൾ PTA പ്രസിഡന്റ് ടി വി വിനോദ് കുമാർ, പ്രിൻസിപ്പൽ ശ്രീജ ശ്രീറാം, സോഷ്യൽ ഫോറസ്ട്രി കാസർഗോഡ് ACF VP ഉദയസൂര്യൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ഒളവറ മുണ്ടക്കാവിൽ 6 നാൾ നീളുന്ന കളിയാട്ട മഹോത്സവം വ്യാഴാഴ്ച തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1-ാം കളിയാട്ടത്തിലും 3-ാം കളിയാട്ടത്തിലും തണ്ടാർച്ചൻ ദൈവം അരങ്ങിലെത്തും. മാർച്ച് 6-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ആധ്യാത്മിക പ്രഭാഷണം നടക്കും. രാത്രി 7 മണിക്ക് തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി തുടങ്ങിയ പ്രാദേശിക പരിപാടികളും രാത്രി സംഗീതാർച്ചനയും നടക്കും. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സ്വാമി ശിവസ്വരൂപാനന്ദ ആധ്യാത്മിക പ്രഭാഷണം നടത്തും. 6:30-ന് പൂർവ്വകാല സ്ഥാനികരെയും മുതിർന്ന വനിതകളെയും പഴയകാല പൂരക്കളി കലാകാരന്മാരെയും ആദരിക്കും. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടക്കും. രാത്രി 8 മണിക്ക് മഗധ നാടകം അരങ്ങിലെത്തും. മാർച്ച് 8-ന് ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് ഇളമ്പച്ചി മണക്കാട്ട് വരീക്കര ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും കലവർ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെടും. രാത്രി 8 മണിക്ക് മ്യൂസിക്കൽ ഇവന്റ്. മാർച്ച് 9-ന് രാത്രി 7 മണിക്ക് ഇളമ്പച്ചി മണക്കാട്ട് വരീക്കര ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും കാഴ്ച പുറപ്പെടും. രാത്രി 8 മണിക്ക് നെയ്കൂട്ടൽ. രാത്രി 8:30-ന് മൽഹാർ ഭജൻസിന്റെ സ്വരസാഗരം. മാർച്ച് 10-ന് രാവിലെ 10 മണി മുതൽ അങ്കക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും. 12 മണി മുതൽ അന്നദാനമുണ്ടാകും. വാർത്താസമ്മേളനത്തിൽ TV പ്രഭാകരൻ, കെ അനിൽകുമാർ, മനോജ് പടിഞ്ഞാറ്റയിൽ, KV അശോകൻ, കെ രജിൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എതിർദിശ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹാജർ പ്രതിമാസ സാഹിത്യ സദസ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി സുസ്മേഷ് ചന്ദ്രോത്തിന്റെ വഴിച്ചെണ്ട പുസ്തക ചർച്ചയും നടന്നു. എതിർദിശ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹാജർ പ്രതിമാസ സാഹിത്യ സദസ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി സുസ്മേഷ് ചന്ദ്രത്തിന്റെ നോവൽ വഴിച്ചെണ്ട പുസ്തക ചർച്ചയും നടന്നു. ജയരാജ് തുരുത്തി പുസ്തകാവതരണം നടത്തി. പിന്നെ ഓഫീസിൽ പോകാൻ ബുദ്ധിമുട്ടായി, വായിക്കാൻ പറ്റില്ല. ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ 1 മാസം ലീവ് എടുത്തു. 1 മാസം ഞാൻ കമ്പ്യൂട്ടർ ലീവ് എടുത്തിട്ടാണ് നോവൽ വായിച്ചത്. ഒരു പക്ഷേ നോവൽ വായിക്കാൻ സർക്കാർ ഓഫീസിൽ ലീവ് എടുത്ത ആദ്യത്തെ വെച്ച് ഞാനായിരിക്കുന്നതാണ് തോന്നുന്നത്. അങ്ങനെ ഈ നോവലെ വായിച്ചു തുടങ്ങിയപ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇതിലൊന്നും നേരിട്ടുള്ള സംഭാഷണമില്ല. നമ്മൾ ഈ റിപ്പോർട്ടിംഗ് സ്പീച്ച് ഇംഗ്ലീഷ് പറയുന്ന പോലെ ഉള്ള. സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രമേശ് പയ്യന്നൂർ, VK രവീന്ദ്രൻ, TA രാജീവൻ, സുജാത എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ആർട്ടിസ്റ്റ് വിനോദ് പയ്യന്നൂർ തത്സമയ ചിത്രം വരച്ച് സുസ്മേഷ് ചന്ദ്രോത്തിന് നൽകി. CK കുഞ്ഞിരാമൻ നന്ദി പറഞ്ഞു. വഴിച്ചെണ്ടയുടെ രചനാ പശ്ചാത്തലത്തെയും സ്വന്തം സാഹിത്യ ബോധങ്ങളെയും മുൻനിർത്തി സുസ്മേഷ് ചന്ദ്രോത്ത് സംസാരിച്ചു. എഴുത്തുകാരും പ്രഭാഷകരും സൂക്ഷ്മ വായനക്കാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിശ്വവിപ്ലവകാരി പാബ്ലോ നെരൂദയുടെ നാമധേയത്തിൽ പതിറ്റാണ്ടുകളായി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായ നടക്കാവ് നെരൂദ ഗ്രന്ഥാലയത്തിന്റെ ആസ്ഥാന മന്ദിരം തുറന്നു. നടക്കാവിൽ നടന്ന ചടങ്ങിൽ M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നടക്കാവ് നെരൂദ വായനശാല ഗ്രന്ഥാലയത്തിനായി തൃക്കരിപ്പൂർ MLA M രാജഗോപാലന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം തുറന്നു. M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു.
ശാസ്ത്രബോധം വളർത്തിയെടുക്കാനെല്ലാമുള്ള ഇടപെടൽ കൂടി സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായി വിപുലീകരിച്ച് നടത്തേണ്ടുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നത്. അപ്പൊ അതിനനുയോജ്യമായ വിധം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഒരു നാടിന്റെ പ്രകാശഗോപുരമായ ഒരു സാംസ്കാരിക അവബോധം വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ ഒരു നാടിനെ മുന്നോട്ട് നയിക്കാനും എല്ലാമുള്ള ഒരു പ്രകാശഗോപുരമായി ജ്വലിച്ചു നിൽക്കാൻ നമ്മുടെ നിഷ്കളങ്കമായ ഗ്രാമഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന നാട്ടിൻ പുറത്തെ വായനശാലകൾക്കും ഗ്രന്ഥാലയങ്ങൾക്കും കഴിയുന്നു എന്നതാണ്. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഒരു നാടിന്റെ ഒരു ജനതയുടെ മാറ്റത്തിന്, ഗുണപരമായ മാറ്റത്തിന്, സാമൂഹ്യ പരിവർത്തനത്തിനെല്ലാം അതിന് വഴിവിളക്കായി സഹായകരമായതാണ് നമ്മുടെ കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളിലെ ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ഗ്രന്ഥശാലകളും വായനശാലകളും എല്ലാം തന്നെ. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P സനൽ, പടന്ന ഗ്രാമപഞ്ചായത്ത് അംഗം AV ചിത്ര, ലൈബ്രറി കൗൺസിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി P പ്രഭാകരൻ, ഹോസ്ദുർഗ് താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ, നെരൂദ ഗ്രന്ഥാലയം പ്രസിഡന്റ് KP അനിൽകുമാർ, സെക്രട്ടറി C മുരളി, VV സുരേശൻ, P സദാനന്ദൻ, TV രവി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കരോക്കെ ഗാനമേളയും പായസ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലിക്കോട് നടന്നുവരുന്ന ഫാം കാർണിവലിൽ കാർഷിക മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും അവയുടെ പരിഹാര നിർദ്ദേശങ്ങളുമായി കിസാൻ മേള നടത്തി. കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P രാഘവേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ കശുമാവ് കർഷകരുൾപ്പെടെ പങ്കെടുത്ത കിസാൻ മേള പരിശീലന പരിപാടി കാസർഗോഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P രാഘവേന്ദ്ര ഉദ്ഘാടനം ചെയ്തു. ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ KV സുമേഷ്, ഡോക്ടർ പാർവതി ശശിധരൻ, കൃഷിവകുപ്പ് നീലേശ്വരം ADA ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ശാസ്ത്രീയ കശുമാവ് കൃഷി എന്ന വിഷയത്തിൽ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ AV മീര മഞ്ജുഷ, കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ എന്ന വിഷയത്തിൽ ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ V നിഷാലക്ഷ്മി എന്നിവർ ക്ലാസ് എടുത്തു. ഫീൽഡ് വിസിറ്റും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിലെ ക്രിയേറ്റീവ് ഫെസ്റ്റ് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിന്റെ ഭാഗമായി കുട്ടികൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും തത്സമയ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നു. പാഠപുസ്തകങ്ങളിലെ അറിവിനെ തൊഴിലധിഷ്ഠിത നൈപുണ്യങ്ങളുമായി കോർത്തിണക്കി കുഞ്ഞിമംഗലം ഗവൺമെന്റ് സെൻട്രൽ UP സ്കൂളിൽ സംഘടിപ്പിച്ച ക്രിയേറ്റീവ് ഫെസ്റ്റ് പുതുമയായി. 2025-26 അധ്യയന വർഷത്തെ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT അമ്പു നിർവഹിച്ചു. അറിവ് നിർമ്മാണ പ്രക്രിയ രസകരവും ക്രിയാത്മകവുമാക്കാൻ UP ക്ലാസുകളിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി നടപ്പിലാക്കുന്ന ക്രിയേറ്റീവ് കോർണർ എന്ന നൂതന പദ്ധതിയുടെ ഭാഗമായാണ് മേള സംഘടിപ്പിച്ചത്. കുട്ടികൾ വിവിധോൽപ്പന്നങ്ങൾ നേരിട്ട് നിർമ്മിക്കുന്നത് കാണാൻ നിരവധി പേരെത്തി. വിദ്യാർത്ഥികൾ തദ്ദേശീയമായി നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെയും ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും നടന്നു. പഠനത്തോടൊപ്പം തൊഴിൽപരമായ അറിവുകൾ കൂടി പകർന്നു നൽകുന്ന രീതിയിലാണ് സ്റ്റാളുകൾ ക്രമീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ വിനോദ് കുമാർ MV, SMC വൈസ് ചെയർമാൻ M സുമേഷ്, വികസന സമിതി ചെയർമാൻ PV പ്രകാശൻ, CRC കോർഡിനേറ്റർ T മുരളി എന്നിവർ സംസാരിച്ചു. മുൻ അധ്യാപകരായ ദേവസ്യ മാസ്റ്റർ, മുഹമ്മദ് അലി മാസ്റ്റർ, ദാമോദരൻ മാസ്റ്റർ, MPTA വൈസ് പ്രസിഡന്റ് ശ്രീജ ജീവൻ, സീനിയർ അസിസ്റ്റന്റ് സൗമ്യ ടീച്ചർ, കോർണർ കൺവീനർ സബിത ടീച്ചർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. BRC സ്പെഷ്യലിസ്റ്റ് നിമിഷ ടീച്ചർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വിജ്ഞാനവും വിനോദവും കൈകോർത്ത ക്രിയേറ്റീവ് ഫെസ്റ്റ് ഏവർക്കും ഹൃദ്യമായ അനുഭവമായി മാറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ പടോളി ശ്രീ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് 6 മുതൽ 9 വരെ നടക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ വിവിധ തെയ്യങ്ങളും വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. പയ്യന്നൂർ പടോളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളിയാട്ട മഹോത്സവം മാർച്ച് 6 മുതൽ 9 വരെ വിവിധ ചടങ്ങുകളോടെയും കലാപരിപാടികളോടെയും ആഘോഷിക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ വിവിധ തെയ്യങ്ങളും വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. മാർച്ച് 6 വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും. കളിയാട്ട ദിനങ്ങളിൽ കന്നിക്കുരുമകൻ, രക്തചാമുണ്ടി, ഗുളിയാങ്ക ഭഗവതി, മടയിൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, കുണ്ടോർ ചാമുണ്ടി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ഉത്സവത്തിന്റെ സമാപന ദിവസമായ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് തായ്പരദേവതയുടെ തിരുമുടി ഉയരും. തുടർന്ന് ഭക്തർക്കായി അന്നദാനവും രാത്രി പ്രാദേശിക കലാകാരന്മാരുടെ കലാവിരുന്നും ഉണ്ടായിരിക്കും.
ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് ക്ഷേത്ര കമ്മിറ്റി പൂർത്തിയാക്കിയിരിക്കുന്നത്. ബാബു കൊല്ലായി, അനിൽകുമാർ TP, സുമാ NV, പ്രകാശൻ MV, ഹരിദാസ് KK, MV കരുണാകരൻ, ജയപ്രകാശൻ K, സുഷ PV, ശ്രീജിത്ത് K തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആൽപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസദസ് സംഘടിപ്പിച്ചു. കാങ്കോൽ വായനശാല അങ്കണത്തിൽ നടന്ന പരിപാടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. വിജയൻ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസദസ് സംഘടിപ്പിച്ചു. അത്താഴം കുടുംബത്തോടെ കുശലത്തോടെ എന്ന മുദ്രാവാക്യമുയർത്തി പഞ്ചായത്തിന്റെ 2025-26 ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്നേഹസദസ് സംഘടിപ്പിച്ചത്. കാങ്കോൽ വായനശാല അങ്കണത്തിൽ നടന്ന പരിപാടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആ അത്താഴം കഴിക്കുന്നത് കുടുംബത്തിലെ എല്ലാവരും, അച്ഛനും അമ്മയും അതുപോലെ തന്നെ സഹോദരങ്ങളും എല്ലാം, സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും തിരിക വെച്ച്, തിരികയോ പലകയോ, പലക കുറച്ചുകൂടെ ഉയർന്നതായി, തിരികെയാണ് പല ദാരിദ്ര്യം പിടിച്ച വീടുകളിലെല്ലാം ഉള്ളത്. തിരികെ എന്ന് പറഞ്ഞ ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്കൊന്നും അത് അങ്ങനെ പരിചയം ഉണ്ടാവില്ല. ചടങ്ങിൽ വാർഡ് മെമ്പർ PV ചന്ദ്രൻ അധ്യക്ഷനായി. ഡോക്ടർ M. ബാലൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. UV സുഭാഷ് മാസ്റ്റർ, P. ശ്രീലത, K. ധനഞ്ജയൻ, E. രവി മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് കാങ്കോൽ മെലഡി മേക്കേഴ്സ് ഒരുക്കിയ ഗാനമേളയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവത്തൂർ പഞ്ചായത്തിനെയും കയ്യൂർ ചീമേനി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന രാമഞ്ചിറ പാലം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. 3 ഭാഗങ്ങളിലെയും ജനങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനും വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനും വഴി തുറക്കുന്നതാണ് രാമഞ്ചിറ പാലം. അപകടാവസ്ഥയിൽ താവം റെയിൽവേ മേൽപ്പാലം. പാലത്തിന്റെ എക്സ്പാൻഷൻ ജോയിന്റിന് സമീപത്ത് നിന്ന് താഴ്ന്നുപോയത് പാലത്തിന് ബലക്ഷയം വർദ്ധിപ്പിക്കുന്നു. നിലവിൽ പാലത്തിന്റെ ഉപരിതലം മിനുക്കൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. കേരള NGO അസോസിയേഷൻ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹം 3ാം ദിവസത്തിലേക്ക്. ജീവനക്കാരുടെ അടിസ്ഥാന അവകാശങ്ങളും ആനുകൂല്യങ്ങളും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സത്യാഗ്രഹം. റംസാൻ വ്രതകാലം പകുതിയോടടുക്കുമ്പോൾ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വിപണിയിൽ ഡ്രൈ ഫ്രൂട്ട്സുകൾക്ക് വൻ ഡിമാൻഡ്. നോമ്പുതുറ വിഭവങ്ങളിലെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായ ഈ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.